ദി 80-20 പ്രിൻസിപ്പിൾ, റിച്ചാർഡ് കൊച്ച്. നിങ്ങളുടെ ജീവിതം ഒന്ന് പരിശോധിക്കൂ. നിങ്ങളുടെ വരുമാനത്തിൻ്റെ എത്ര ശതമാനം വരുന്നത് നിങ്ങളുടെ എത്ര ശതമാനം പ്രവർത്തനങ്ങളിൽ നിന്നാണ്? നിങ്ങളുടെ സന്തോഷത്തിൻ്റെ എത്ര ശതമാനം വരുന്നത് നിങ്ങളുടെ എത്ര ശതമാനം ബന്ധങ്ങളിൽ നിന്നാണ്? നിങ്ങളുടെ പ്രശ്നങ്ങളുടെ എത്ര ശതമാനം വരുന്നത് നിങ്ങളുടെ എത്ര ശതമാനം ശീലങ്ങളിൽ നിന്നാണ്? മിക്കവാറും ഉത്തരം 80-20 ആയിരിക്കും. ഫലങ്ങളുടെ 80% വരുന്നത് കാരണങ്ങളുടെ 20% നിന്നാണ്. ഇതാണ് പാരറ്റോ തത്വം, അല്ലെങ്കിൽ 80-20 നിയമം. റിച്ചാർഡ് കോച്ച് ഈ പുസ്തകത്തിൽ ഈ ലളിതമായ ഗണിതശാസ്ത്ര സത്യം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എങ്ങനെ പ്രയോഗിക്കാമെന്ന് വിശദീകരിക്കുന്നു. ഈ തത്വം ഒരു സിദ്ധാന്തമല്ല, അതൊരു നിരീക്ഷണമാണ്. പ്രപഞ്ചത്തിൻ്റെ ഘടനയിൽ തന്നെ അസന്തുലിതാവസ്ഥ നിലനിൽക്കുന്നു. പ്രപഞ്ചത്തിലെ ഊർജത്തിൻ്റെ 99% ഉൽപ്പാദിപ്പിക്കുന്നത് 1% നക്ഷത്രങ്ങളാണ്. ഭൂമിയിലെ ജൈവവൈവിധ്യത്തിൻ്റെ ഭൂരിഭാഗവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് വളരെ ചെറിയൊരു ഭൂവിഭാഗത്തിലാണ്. ഈ അസന്തുലിതാവസ്ഥ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് ബുദ്ധി. എന്നാൽ മിക്ക ആളുകളും 50-50 ലോകത്താണ് ജീവിക്കുന്നത്. അവർ കരുതുന്നത് എല്ലാ പ്രവർത്തനങ്ങൾക്കും തുല്യഫലം ലഭിക്കുമെന്നാണ്. ഇത് വലിയൊരു മിഥ്യയാണ്. ബിസിനസ്സിൽ 80-20 തത്വം വളരെ വ്യക്തമായി കാണാം. നിങ്ങളുടെ ലാഭത്തിൻ്റെ 80% വരുന്നത് നിങ്ങളുടെ ഉപഭോക്താക്കളുടെ 20% നിന്നാണ്. നിങ്ങളുടെ പരാതികളുടെ 80% വരുന്നത് ഉപഭോക്താക്കളുടെ 20% നിന്നാണ്. നിങ്ങളുടെ വിൽപ്പനയുടെ 80% വരുന്നത് നിങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ 20% നിന്നാണ്. ഈ തിരിച്ചറിവ് നിങ്ങളുടെ ബിസിനസ് തന്ത്രത്തെ സമൂലമായി മാറ്റും. മുകളിലുള്ള 20% ഉപഭോക്താക്കളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവർക്ക് അസാധാരണമായ സേവനം നൽകുക. താഴെയുള്ള 20% ഉപഭോക്താക്കളെ, നഷ്ടമുണ്ടാക്കുന്നവരെ ഒഴിവാക്കാൻ മടിക്കേണ്ട. അതേപോലെ നിങ്ങളുടെ ഏറ്റവും ലാഭകരമായ ഉൽപ്പന്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ലാഭമില്ലാത്തവ നിർത്തലാക്കുക. ഇത് ലളിതമായി തോന്നും, പക്ഷേ മിക്ക കമ്പനികളും ഇത് ചെയ്യുന്നില്ല. അവർ എല്ലാ ഉപഭോക്താക്കളെയും ഒരുപോലെ കാണുന്നു, എല്ലാ ഉൽപ്പന്നങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്നു. ഇത് വിഭവങ്ങളുടെ വൻ പാഴാക്കലാണ്. സമയ മാനേജ്മെൻറ്റിൽ 80-20 തത്വം വിപ്ലവകരമാണ്. നിങ്ങളുടെ സമയത്തിൻ്റെ 80% ചെലവഴിക്കുന്നത് 20% ഫലങ്ങൾ മാത്രം നൽകുന്ന പ്രവർത്തനങ്ങളിലാണ്. ഇമെയിൽ, മീറ്റിംഗുകൾ, നിസ്സാര ജോലികൾ. നിങ്ങളുടെ ഫലങ്ങളുടെ 80% വരുന്നത് നിങ്ങളുടെ സമയത്തിൻ്റെ 20% നിന്നാണ്. ആ 20% ഏതാണെന്ന് കണ്ടെത്തുക. അത് നിങ്ങളുടെ ഏറ്റവും ഉയർന്ന മൂല്യമുള്ള പ്രവർത്തനങ്ങളാണ്. ആ പ്രവർത്തനങ്ങൾക്കായി നിങ്ങളുടെ ഊർജ്ജസ്വലമായ സമയം നീക്കിവെക്കുക. ബാക്കി 80% പ്രവർത്തനങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക, ഔട്ട്സോഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ കാര്യക്ഷമമാക്കുക. ഇത് നിങ്ങളുടെ ഉൽപ്പാദനക്ഷമതയെ 10 മടങ്ങ് വർദ്ധിപ്പിക്കും. ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ 80-20 നിയമം ബാധകമാണ്. നിങ്ങളുടെ സന്തോഷത്തിൻ്റെ 80% വരുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ 20% ആളുകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നുമാണ്. ആ 20% ഏതാണെന്ന് തിരിച്ചറിയുക. ആ ബന്ധങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും കൂടുതൽ സമയം നൽകുക. നിങ്ങളുടെ അസന്തുഷ്ടിയുടെ 80% വരുന്നത് 20% കാരണങ്ങളിൽ നിന്നാണ്. ഒരു വിഷലിപ്തമായ ബന്ധം, ഒരു മോശം ശീലം, ഒരു നിഷേധാത്മക ചിന്താരീതി. ആ 20% തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീക്കം ചെയ്യുക. ഇത് നിങ്ങളുടെ ജീവിത നിലവാരം നാടകീയമായി മെച്ചപ്പെടുത്തും. നിക്ഷേപത്തിൽ 80-20 തത്വം അതിശക്തമാണ്. നിങ്ങളുടെ നിക്ഷേപ ലാഭത്തിൻ്റെ 80% വരുന്നത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലെ 20% നിക്ഷേപങ്ങളിൽ നിന്നാണ്. ചില നിക്ഷേപങ്ങൾ മികച്ച പ്രകടനം നടത്തുന്നു, ചിലത് ശരാശരി, ചിലത് നഷ്ടത്തിലാകുന്നു. വിജയകരമായ നിക്ഷേപകർ ഈ അസന്തുലിതാവസ്ഥ മനസ്സിലാക്കുന്നു. അവർ വിജയിക്കുന്ന നിക്ഷേപങ്ങളിൽ കൂടുതൽ പണം നിക്ഷേപിക്കുന്നു, നഷ്ടത്തിലുള്ളവ വിൽക്കുന്നു. എന്നാൽ ശരാശരി നിക്ഷേപകർ നേരെ വിപരീതമാണ് ചെയ്യുന്നത്. അവർ ലാഭത്തിലുള്ള ഓഹരികൾ വിറ്റ് നഷ്ടത്തിലുള്ളവ കൈവശം വയ്ക്കുന്നു. ഇത് അവരുടെ ലാഭസാധ്യതയെ നശിപ്പിക്കുന്നു. 80-20 തത്വത്തിൻ്റെ ആഴത്തിലുള്ള ചിന്ത 80-20 എന്നതും 80-20 ആണ് എന്നതാണ്. അതായത് മുകളിലുള്ള 20%-നുള്ളിൽ വീണ്ടും ഒരു 80-20 വിഭജനമുണ്ട്. ഫലങ്ങളുടെ 64% വരുന്നത് കാരണങ്ങളുടെ 4% നിന്നാണ്. ഇതങ്ങനെ അനന്തമായി തുടരുന്നു. ഈ തിരിച്ചറിവ് നിങ്ങളുടെ ശ്രദ്ധയെ കൂടുതൽ സൂക്ഷ്മമാക്കുന്നു. നിങ്ങളുടെ ഏറ്റവും മികച്ച 20% ഉപഭോക്താക്കളിൽ ഏറ്റവും മികച്ച 20% ആരാണ്? അവർക്ക് പ്രത്യേക പരിഗണന നൽകുക. നിങ്ങളുടെ ഏറ്റവും ഉൽപ്പാദനക്ഷമമായ 20% സമയത്തിൽ ഏറ്റവും ഉൽപ്പാദനക്ഷമമായ 20% ഏതാണ്? ആ സമയം ഏറ്റവും പ്രധാനപ്പെട്ട ജോലിക്കായി സംരക്ഷിക്കുക. ഈ സൂക്ഷ്മമായ വിശകലനം
കുറഞ്ഞ പരിശ്രമത്തിൽ നിന്ന് പരമാവധി ഫലം നേടാൻ നിങ്ങളെ സഹായിക്കും. ചുരുക്കത്തിൽ 80-20 തത്വം ജീവിതത്തിൻ്റെ ഒരു മറഞ്ഞിരിക്കുന്ന നിയമമാണ്. അത് മനസ്സിലാക്കുന്നവർ കുറഞ്ഞ പരിശ്രമത്തിൽ കൂടുതൽ ഫലം നേടുന്നു. അവർ മിടുക്കരായി ജോലി ചെയ്യുന്നു, കഠിനമായിട്ടല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഈ തത്വം പ്രയോഗിക്കുക. നിങ്ങളുടെ 20% കണ്ടെത്തുക, അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ബാക്കി 80% നിന്ന് സ്വയം മോചിപ്പിക്കുക. ഇത് ലാളിത്യത്തിൻ്റെയും ഫലപ്രാപ്തിയുടെയും പാതയാണ്. കുറവാണ് കൂടുതൽ. ഈ സത്യം ഹൃദയത്തിൽ പതിപ്പിക്കുക. നിങ്ങളുടെ ജീവിതം മാറും.